ഹലോ, അസ്സലാമു അലൈക്കും. നമുക്ക് രാത്രിത്തേക്ക് ദോശ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് പച്ചരി പോത്തിയിട്ട് അതൊന്ന് കഴുകിയിട്ടെല്ലാം എടുത്തിട്ട് പാറ്റിട്ടിട്ടൊന്ന് അരച്ചിട്ടെല്ലാം എടുക്കട്ടുണ്ട് ദോശ ഇടാൻ. രാവിലത്തെ പുട്ടുണ്ട്, എന്നാലും കുറച്ച് ദോശ ഇടാമെന്ന് വെച്ച്. പിന്നെ കറി ഉച്ചക്ക് എടുത്ത് അയില മുളക് ഇട്ടതുണ്ട്. അങ്ങനെ ദോശക്ക് അരി അരക്കാൻ പോകും. അരി അരച്ചിട്ടെല്ലാം ചുട്ടിട്ടെടുക്കട്ടെ. അങ്ങനെ ദോശക്കാക്ക് അരിയിൽ കുറച്ച് ഉള്ളിയും കുറച്ച് ജീരകം ഇടാമെന്ന് വിചാരിച്ചു. എന്നാൽ ഒരു ടേസ്റ്റിന് ഉള്ളിയും ജീരകം ഇട്ടാൽ കുറച്ച് ടേസ്റ്റ് ഉണ്ടാവും ദോശ തിന്നാൻ. ഞാൻ അതും കൂട്ടിയിട്ട് ഒന്ന് അരക്കാം. കുറച്ച് ടേസ്റ്റ് ആയിക്കോട്ടെ, നല്ല രുചിയാണ് തിന്നാൻ. ഉള്ളിയും ജീരകമെല്ലാം കൂട്ടി അരച്ചാൽ നന്നായി അരച്ചെടുക്കട്ടെ. ഞാൻ അരി അരച്ച് കഴിഞ്ഞ് ഞങ്ങൾക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കലക്കിയിട്ട് ഒന്ന് ചൂടാം. കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഞാൻ നമ്മളെ ചാനൽ എല്ലാവർക്കും കാണുന്നുണ്ട്, ആരും സബ്സ്ക്രൈബും ചെയ്യുന്നില്ല, ലൈക്കൊന്നും ചെയ്യുന്നില്ല. എല്ലാവരും നമുക്ക് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്നാലല്ലേ നമുക്ക് പിന്നെ ഇങ്ങനെ ചാനൽ ഇടണമെന്നുള്ള മനസ്സിൽ തോന്നണ്ടെങ്കിൽ ഇങ്ങനെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, എല്ലാം ചെയ്യണ്ടേ. എന്നാലേ നമുക്ക് പിന്നെ ചാനൽ ഇങ്ങനെ വീഡിയോ ഇടാൻ തോന്നല്ലേ. അതുകൊണ്ട് കാണുന്നവരെല്ലാവരും നമുക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദോശക്കെല്ലാം വെച്ചിട്ടുണ്ട്. ദോശ ചുടാൻ ദോശ ചുട്ടെടുക്കാം. ഇങ്ങനെ അതിൻ്റെ മുകളിൽ ഇതാ ഞങ്ങൾ ദോശ ചുട്ട് കഴിയാനായിട്ടുണ്ട്. ഒന്നുകൂടി കൂട്ടിക്കഴിഞ്ഞാൽ ചുട്ട് കഴിയും. പിന്നെയെന്ന് വെച്ചാൽ കറി രാവിലത്തെ മുളകിട്ടതുണ്ട്, ഉച്ചക്കത്തെ വേറെ വെക്കേണ്ടതൊന്നും വന്നിട്ടില്ല. അതുണ്ട്, അതെല്ലാം കൂട്ടി ഒപ്പിക്കാം. അയില പൊരിച്ചത്